ദൈവാന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈശ്വരാന്വേഷണത്തിൽ ആത്മാന്വേഷണത്തിൽ നമ്മൾ വിട്ടുകളയുന്ന ഒന്നാണ് ഞാനെന്നുള്ളത്. ആരാണ് അന്വേഷിക്കുന്നത്? ഞാനാണ് അന്വേഷിക്കുന്നത്. തേടുന്നവൻ ഞാനാണ്, അന്വേഷിക്കുന്നവൻ ഞാനാണ്. എനിക്കാണ് ഈശ്വരനെ കിട്ടേണ്ടത്, എനിക്കാണ് അനുഗ്രഹം ലഭിക്കേണ്ടത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. ഒരുപക്ഷെ ഇതിനെ സങ്കീർണമാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ശുദ്ധമായ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ശുദ്ധമായ ജ്ഞാനം അല്ലെങ്കിൽ വളരെ അടുത്ത്, ഏറ്റവും അടുത്ത്, തദന്തികെ തദ്ദൂരെ എന്നൊക്കെ ഉപനിഷത്തിലെ പദങ്ങൾ കൊണ്ട് ഇതിനെ പറയാറുണ്ട്. അജ്ഞന് വളരെ ദൂരത്തിലും ശ്രദ്ധയുള്ളവൻ അത് വളരെ അടുത്തുമെന്നൊക്കെ പറയും. അപ്പം വളരെ അടുത്തിരിക്കുന്ന നമ്മുടെ ഉറ്റവനായ ഉടയവനായിട്ടുള്ള ആ പരമ്പൊരുളിനെ അന്വേഷിക്കുന്നത് ഒരു ആശ്ചര്യകരമായൊരു വസ്തുത ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വിട്ടുകളഞ്ഞിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അസംബന്ധവും ആശ്ചര്യവും. നിങ്ങളൊന്ന് ആലോചിക്കണം. അന്വേഷിക്കുന്നവനായ നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തന്വേഷിക്കുകയാണ്. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ഇന്ന് നമ്മളെ എത്തിച്ചിരിക്കുന്നത് ചന്ദ്രനിലും ഒരുപക്ഷെ സൂര്യനെ പറ്റി പഠിക്കുവാൻ ഒക്കെയുള്ള വളരെ വളരെ പുരോഗമനപരമായ ശാസ്ത്രീയ കണ്ടെത്തലുകളിലൂടെ വളരെ ആഴത്തിൽ, വളരെ ബഹുദൂരം ശാസ്ത്രം ഇന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു. അതാണ് നമുക്ക് വെളിയിലുള്ള, അതിന് ഉപനിഷത്ത് അപരാവിദ്യ എന്നാണ് പറയുന്നത്. അപരാവിദ്യ, തനിക്ക് വെളിയിലുള്ള വിഷയം. അതെന്തുമാവാം. നമ്മുടെ ഭൂമിശാസ്ത്രമാവാം, അതേപോലെ തന്നെ ശരീരശാസ്ത്രമാവാം, സയൻസ് ആവാം, ഗണിതമാവാം, എന്തും ആകാം. എന്തിന് പുറത്തുള്ള എന്ത് വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കുന്നതിന് അപരാവിദ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഇന്ന് ഒരു ശിശുവിനെ പോലെ അത്ഭുതത്തോട് നോക്കി നിന്ന് പോകേണ്ട ഒരവസ്ഥയിലാണ്. അത്ര കുതിച്ചുള്ള വളർച്ചയാണ്. പക്ഷെ ദൈവാന്വേഷണത്തിൽ വളരെ യുഗങ്ങൾക്ക് മുമ്പ് ഉപനിഷത്തുകളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഇന്ന് കണ്ടെത്തുന്ന ഒരാളും അതേ സത്യം അതേപോലെ തന്നെയൊക്കെയാണ് പറയുന്നത്. അകത്തേക്കുള്ള യാത്രയിൽ യാതൊരു മാറ്റവും ഇന്നും ഒരു എവിടെയെങ്കിലും ഒരു വ്യത്യാസം കണ്ടെത്തിയതായിട്ട് ആരും പറയുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് വേദ ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായ ആ കാലഘട്ടങ്ങളിൽ വേദങ്ങളിലൊക്കെ പറഞ്ഞു വെക്കുന്ന അതേ യുക്തിയും ശാസ്ത്രവും തന്നെയാണ് ഇന്നും ഒരു സത്യാന്വേഷകൻ അകത്തേക്ക് യാത്ര ചെയ്യുകയും സത്യത്തെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നും അയാൾക്ക് ഇതേ യുക്തിയും ഇതേ സത്യവും ഒക്കെ തന്നെയാണ് ബോധ്യപ്പെടുന്നത്. യാതൊരു മാറ്റവും അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ പുറം ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണ് പുറം ലോകത്തിൻ്റെ, അതാണ് പുറം ലോകം. ബാഹ്യമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് അവസാനമേ ഇല്ല. പക്ഷേ അകത്തേക്കുള്ള യാത്രയ്ക്ക് ഒരു അവസാനമുണ്ട്, ഒരു അറ്റം ഉണ്ട്. അതാണ് വേദാന്തം എന്ന് പറയുന്നതുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, വേദം അറിവ് എന്നാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. അല്ലാതെ 4 വേദങ്ങളെന്ന് പറയുമ്പോൾ എഴുതി വെച്ചിട്ട് ഋക്ക്, യജുസ്, സാമാധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ രീതിയിലല്ല. അറിവിൻ്റെ അവസാനം, അറിവിൻ്റെ അന്തം എന്താണ്, അത് അകത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു 500 വർഷം മുമ്പ് കണ്ടെത്തിയ അതേ സത്യത്തെ തന്നെ ഇന്നും ഒരാൾക്ക് കണ്ടെത്താനാവുന്നത്. അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം അസംബന്ധമാണ്. അവനവൻ ആരെന്നുള്ള ഒരു അന്വേഷണമാണ് ശരിയായിട്ടുള്ള അന്വേഷണം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട യുക്തിയാണ്. യുക്തിയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണം വിശ്വാസത്തിലാണ് ആരംഭിക്കുന്നത്. ആ വിശ്വാസം എപ്പോഴും അപകടത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈശ്വരാന്വേഷണത്തിൽ നമ്മൾ ഇറങ്ങാൻ, നമ്മൾ യാത്ര ആരംഭിക്കേണ്ടത്.